കഴിഞ്ഞാ തുടച്ചോട്ടോ, എന്നിട്ട് ആ ഫാനും കൂടി ഇട്ടോ. ദേവു ഒന്ന് സിറ്റ് ഔട്ട് അടിച്ചില്ലേ? ദേവു സിറ്റ് ഔട്ട് അടിച്ചില്ലട്ടോ, അവിടെയും കൂടി ഒന്ന്. എന്റെ ദൈവമേ, ഇതുവരെ അടിച്ചു വരാൻ തുടങ്ങിയില്ലേ? അത് തുടങ്ങാൻ പോവാ. വേഗം അടിച്ചായിരിക്കും, അല്ലെങ്കിൽ അമ്മ ഞാൻ വടിയും കൊണ്ടായിരിക്കും വരിക. പിന്നെ വടി, അതിനവിടെ ആർക്കാ വടി പേടിയുള്ളത്? സുറുമകൾ എന്തിന്, മൈലാഞ്ചി എന്തിന്, പൊന്നും കൂടത്തിന് പൊട്ടന്തിന്, പാൽ മണക്കുത്. ഹലോ ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതെ, അടുക്കള വശത്ത് കുറച്ച് റേഞ്ച് കുറവാ. ഞാൻ അലക്കിയ തുണി വിരിച്ചിടാൻ വന്നതാ. ശരി. ഇത് അലക്കിയിട്ടില്ലേ? എടി, ഞാൻ പിന്നെ വിളിക്കാവേ. ദേവു, എടി ഇവിടെ വന്നെടി. Yes, what can I do for you? നിന്നോട് ഞാൻ തുണി വാഷിംഗ് മെഷീനിൽ ഇടാൻ പറഞ്ഞായിരുന്നോ? ഞാൻ ഇട്ടായിരുന്നല്ലോ. എന്നിട്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയായിരുന്നോ? ഞാൻ കുറെ ഞെക്കി നോക്കി, പക്ഷേ ഓണായില്ല. കറണ്ട് ഇല്ലായിരുന്നു തോന്നുന്നപ്പോ. ആണല്ലേ? ഈ സ്വിച്ച് ഓൺ ആക്കിയായിരുന്നോ? ഏത് സ്വിച്ച്? ഈ സ്വിച്ച് ഞാൻ കണ്ടില്ല. 9ാം ക്ലാസ്സിലെത്തി, എന്നിട്ട് ഒരു വാഷിംഗ് മെഷീന്റെ സ്വിച്ച് ഇടാൻ അറിയത്തില്ല. അടിച്ചു വാരി തുടച്ചിടാൻ പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. എന്നെ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും സഹായിക്കോ? എടേ, നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനുണ്ടല്ലോ. തുടങ്ങി പഴംപുരാണം അല്ലേ? പഴംപുരാണം. ശരി എന്നാ. എന്താ? ഒളിഞ്ഞോക്കിയത് മോശമായി പോയി. നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞതാ. എന്നോടോ? ദീമോളെ എന്നെ വിളിച്ചോണ്ട് വന്നത് അല്ലേ? மனிதர் உணர்ந்துக்குள்ள இது மனித காதல் அல்ல. അതായത് പുതിനമാനത്. കുട്ടേട്ടാ, വിശക്കുന്നു കുട്ടേട്ടാ. വാ, പോയി കഴിക്കാം, എനിക്കും വിശക്കുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ആവേശം കാണാട്ടോ. മോനെ, സെറ്റ് സെറ്റ്. അമ്മ, ചോറെടുത്തോ? എനിക്കും ചോറ്. ചിക്കൻ കുറച്ച് കൂട്ടിട്ടോ. അല്ല, നിങ്ങൾ കൈയൊന്നും കഴുകുന്നില്ലല്ലേ? ഒന്നിരുന്നല്ലോ. ഓ, രാവിലെ കഴിച്ചപ്പോ കഴുകിയതാ, ഇനി നാളെ കഴുകാം. ഭയങ്കര വൃത്തി. അല്ല, അമ്മ എവിടെ? ചിലപ്പോ കുളിക്കായിരിക്കും, കേട്ടിട്ടുണ്ടാവില്ല. ഹേയ്, അമ്മ നേരത്തെ കുളിച്ചതാ. ചിലപ്പോ ഒന്നുകൂടെ കുളിക്കാൻ പോയി കാണും. ചൂടല്ലേ? വിശപ്പ് കൂടി വരുന്നു. എന്തേ, ആരുമില്ല അവിടെ? ചേട്ടാ, അതെങ്ങോട്ട് പോയി? ബാത്റൂമിൽ നോക്ക്. ഇല്ലേ? കാണുന്നില്ലെങ്കിൽ പോട്ടെ, നമുക്കെടുത്ത് കഴിക്കാം. അമ്മ ഇതെവിടെ പോയി? അയൽവക്കത്തോട്ട് വല്ലതും പോയതായിരിക്കും. പറയാതെ പോവോ? പറയാതെ പോയല്ലോ. അല്ല, നമ്മക്ക് ഫുഡ് എടുത്ത് കഴിച്ചാ പോരെ? അമ്മ വരുമ്പോ വന്നോളും. അത് മതി, ഫുഡ് കിട്ടിയാ മതി. പിന്നെന്താ പ്രശ്നം? എന്നാ വാ. ചോറില്ലല്ലോ, കറിയുമില്ല. ചെലപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ഇതിലുമില്ല. ചോറും കറിയും വെക്കാതെ അമ്മ എവിടെ പോയി?
ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക്, കാര്യം അറിയാലോ. ചിലപ്പോ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ എന്തെങ്കിലും വാങ്ങാൻ പോയതാണെങ്കിലോ. ആ എന്നൊന്ന് വിളിച്ചു നോക്കാം. The subscriber is currently switched off. Please try after some time. इस समय उपभोक्ता का मोबाइल സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫോ? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത്. ശ്ശേ. എന്താ എന്തോ എഴുതിയിട്ടുണ്ട്. വായിച്ചേ. നിങ്ങളുടെ അമ്മ എൻ്റെ കസ്റ്റഡിയിലാണ്. എൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ വിട്ടു നൽകാം. പോലീസിനെയോ മറ്റുള്ളവരെയോ അറിയിച്ചാൽ ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ എന്ന് ഡോൺ ചോട്ടാ ഭീം. അയ്യോ, ചോട്ടാ ഭീം അത്തിപ്പാറമ്മച്ചിയുടെ ശത്രു. കുറെ കാലമായിട്ടൊരു വിവരമില്ലാതിരിക്കായിരുന്നു. അവനെന്തിനാ അമ്മേനെ തട്ടിക്കൊണ്ടുപോയത്? അതെ, അമ്മച്ചീന്റെ ശത്രു ആണെങ്കിൽ അമ്മച്ചീനെ തട്ടിക്കൊണ്ടുപോയ പോരെ. ഇതവന്റെ എന്തോ പ്ലാനാണ്. പക്ഷെ എപ്പോഴാ അവൻ അമ്മനെ കൊണ്ടുപോയത്? നമ്മൾ TV കണ്ടെന്ന സമയത്താവും. ടിവിക്ക് അത്രയും വോളിയം വെക്കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഞാൻ വോളിയം കൂട്ടിയതുകൊണ്ടാണോ ഇതൊക്കെ നടന്നത്? അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം നമ്മൾ കേൾക്കില്ലായിരുന്നോ? അത് ശരി, നിന്റെ അമ്മച്ചീന്റെ ശത്രു എന്റെ അമ്മേനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പൊ കുറ്റം എനിക്കില്ലേ? എന്ത് ചേച്ചിയുടെ അമ്മയോ? നമ്മുടെ അമ്മ എന്ന് പറ. ഏത് പ്രകാരം നിന്റെ അമ്മയത്? നിന്റെ അമ്മ വേറമ്മ, ഇത് വളർത്തമ്മ. അതുകൊണ്ട് നിനക്ക് വലിയ വിഷമൊന്നും ഉണ്ടാവൂല. ചേച്ചി ചങ്കക്കുത്തം വളർത്തണം പറയരുത്. ഞാൻ എന്റെ അമ്മേനെ പോലെ കണ്ടിരിക്കുന്ന ഈ അമ്മേനെ വളർത്തമ്മേനിലും ആ വളർത്തിൽ ഞാൻ കട്ടിയിട്ടില്ല. ഹലോ ചേച്ചി, ചോട്ടാ ഭീം. ആ പറയൂ. നേരെ വിഷയത്തിലോട്ട് വരാം. 50 ലക്ഷം രൂപ തന്ന അമ്മയെ ജീവനോടെ വിടാം, അല്ലെങ്കിൽ അറിയാലോ. ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾക്ക് എഴുതി തരണം. അതൊക്കെ അമ്മയുടെയും പപ്പയുടെയും പേരിലാണ്. അതും അറിയാം, കാരണം നിങ്ങളുടെ പപ്പയെ എന്റെ കസ്റ്റഡിയിലുണ്ട്. അവർ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഒപ്പുകൂടി വേണം. ഞങ്ങൾ എവിടെ വേണേലും ഒപ്പിടാം, പറഞ്ഞാ മതി. ഗുഡ്. എന്നാ നാളെ ഉച്ചയ്ക്ക് ഞാൻ വരാം. ഓക്കെ, വന്നോളൂ. ഓക്കെ, അപ്പോൾ നാളെ ഉച്ചയ്ക്ക് കാണാം. ഓക്കെ. എന്തായാലും പറഞ്ഞത് ഈ വീട് സ്ഥലം അവർക്ക് എഴുതി കൊടുക്കണമെന്ന്. വീട് അതെങ്ങനെ? ആ പപ്പ അമ്മ അവരെ കസ്റ്റഡിയിലല്ലേ, ഇനി അവര് പറയണമാര് ചെയ്യല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ആകെ പെട്ടല്ലോ. വിശന്നിട്ടാണെങ്കിൽ വയ്യ. അതിന് എന്ത് ചെയ്യും? തൽക്കാലം ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിക്കാം. ക്യാഷോ? ക്യാഷ്? പിഗ്ഗി ബാങ്ക് പൊട്ടിക്കാം. ആ ഓക്കെ, സെറ്റ് സെറ്റ്. വാ. എന്ത് ചേച്ചി, എന്താ? നമ്മുടെ പിഗ്ഗി ബാങ്ക് കാണാനല്ല. അയ്യോ, അതും കാണാനില്ലേ? പട്ടി കിടക്കണ്ടല്ലോ ദേവേ. നോക്ക്, എല്ലായിടത്തും നോക്ക്. അയ്യോ, ഇനി ഫുഡിന് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇതിപ്പോ ഇന്ന് മാത്രം പോരല്ലോ, നാളെ വേണ്ടേ? വേണം, പക്ഷെ എന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അടുക്കളയിൽ കയറി നമുക്ക് കുക്ക് ചെയ്ത് തിന്നാം. അതേ ഞാൻ നോക്കിയിട്ട് ഇനി വഴിയുള്ളൂ. അങ്ങനെ ചെയ്യാൻ ചേച്ചി, ഞാനും ഹെൽപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് കുക്കിംഗ് അങ്ങോട്ട് അറിയുന്ന പോലെയൊക്കെ മതി ചേച്ചി. വലിയ ടേസ്റ്റ് ഒന്നും വേണമെന്നില്ല, റെസിപ്പി അറിയാൻ മതി. വാ ചേച്ചി, അല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരും. അതെ ചേച്ചി, ആലോചിച്ചോണ്ട് വാ.
ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എനിക്കും രാവിലെ തൊട്ട് പട്ടിണിയല്ലായിരുന്നോ? അതാ. അല്ല, നാളെ അവർ വരുമ്പം അമ്മനെയും പപ്പനെയും കൊണ്ടുവരില്ലേ? അറിയില്ല. കൊണ്ടുവരായിരിക്കും. ചേച്ചി ഈ വീട് അവർക്ക് കൊടുത്താല് നമ്മളെവിടെ പോകും? അതൊക്കെ പിന്നത്തെ കാര്യല്ലേ. ആദ്യം അമ്മയും പപ്പയും ഒന്ന് വരട്ടെ. അതെ, വരട്ടെ. എന്നാ ഒപ്പിട്ടാലോ? ഇത് അയ്യോ അമ്മ, ചോട്ടാ വീണോണ്ട്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ എങ്ങനെ രക്ഷപ്പെട്ടെ? എല്ലാം പറയാം. നല്ല വിശപ്പ്, കഴിക്കാൻ എന്തോള്ളേ? ആഹാ, എല്ലാം റെഡിയാണല്ലോ. ഒരു ഗ്ലാസ് വെള്ളം. എന്നാലും അമ്മ എങ്ങനെ രക്ഷപ്പെട്ടവരുടെന്ന്? അമ്മേനെ അവര് വിട്ടതാണോ അതോ? അല്ല, ഞാൻ അയാളെ അങ്ങ് തട്ടി. ആരാ ഇതൊക്കെ ഉണ്ടാക്കിയ? ഞാനും ദേ. ഫുഡ് കൊള്ളാം. അപ്പൊ വേണമെങ്കിൽ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം അല്ലേ? വൃത്തിയാക്കിയിടാനും അറിയാം. ഞാനും ഹെൽപ്പ് ചെയ്തു. പക്ഷെ കൂടുതൽ പണി ചെയ്തത് ഞാനാ. പട്ടിണി കിടന്ന് ചാവുന്നായപ്പോ ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ ചെയ്തു. വിശപ്പാണല്ലോ എല്ലാത്തിനും വലുത്. അതാണ്. അതറിയാൻ വേണ്ടി തന്നെയാണ് കത്തെഴുതി വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് മുങ്ങിയത്. ഓ, അപ്പൊ കിഡ്നാപ്പിംഗ് ചോട്ടാ ഭീമിന്റെ ലെറ്റർ ഞാൻ എഴുതിയതാ. അപ്പൊ ഫോൺ കോള് അത് പപ്പ ഏതോ ആപ്പ് വെച്ച് വിളിച്ചതാ. അപ്പോ ഇത് ഞങ്ങൾക്കിട്ടുള്ള ആപ്പായിരുന്നല്ലേ? ഈ പാത്രം ഞാൻ കഴുകണോ അതോ? വേണ്ട, ഞങ്ങൾ കഴിക്കണം. കൈകോളാം കൈകോളാം. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്.